കൊല്ലങ്കോടിലെ കുറേ കാഴ്ചകളുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പോണത്. ഇത് പാർട്ട് 1 ആണ്, പാർട്ട് 2 ഉണ്ട്. രണ്ടും നിങ്ങൾ കാണണം. കാരണം അത്രത്തോളം ആ ഒരു നാട് ഇഷ്ടപ്പെട്ടു. കുറേയൊക്കെ കവർ ചെയ്തു, കുറേയൊക്കെ എനിക്ക് കവർ ചെയ്യാനും പറ്റില്ല. അതും ഭാവിയിലേക്കും കൊണ്ടിരുന്നതാണ്. എന്തായാലും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നത്. ലിജി ഉണ്ട് കൂടെ, ലിജിയുടെ ഹസ്ബൻഡ് ഉണ്ട്, ലിജിയുടെ കുട്ടിയുണ്ട്, ലിജിയുടെ അമ്മച്ചി, ലിജിയുടെ 3 മക്കള്, ലിജിയുടെ അമ്മച്ചി ഉണ്ട് ഇവിടെ. അമ്മച്ചി വന്നില്ല കേട്ടോ, ഞങ്ങളെല്ലാവരും കൂടിയാണ് യാത്ര. ലിനി എന്തിനാ ലിനി എവിടെ വന്നില്ലേ? ഇല്ല വരുത്തൂല, ക്യാമറയിൽ വരുന്നത് ഒളിച്ചിരിക്കണായിരുന്നു വീടിൻ്റെ അകത്ത് കയറി. എന്നാലും ഞങ്ങൾ യാത്ര തുടങ്ങാൻ പോണെയാണ് കേട്ടോ. അമ്മച്ചിയും ലിനിയില്ല, ഞങ്ങളെല്ലാവരും കൂടെ. പ്രതീക്ഷേട്ടാ, ഇതാണ് നമ്മുടെ ലിജിയുടെ മൂത്ത മോള് പ്രതീക്ഷേട്ടൻ. പ്രതീക്ഷേട്ടനുണ്ട്, പ്രവീണുണ്ട്. ഇതിനൊക്കെ എന്തെങ്കിലും പറയണ്ട? എനിക്കൊന്നും പറയാനില്ല. ഷൂട്ട് ചെയ്യണത് വളരെ 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 പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ ജോർജ് ഏട്ടനാണ്. എനിക്കിതുകൊണ്ടൊന്നും പറയാനില്ല. നമ്മളിനി ഇവിടെ എങ്ങും കാണാൻ പറ്റില്ല, അത്ര വലിയ റേഞ്ചിലോട്ടാണ് ജോർജ് ഏട്ടൻ പോകുന്നത്. ആരും വിളിക്കരുത്, പൈസ കൊടുക്കാണ്ട് ഒന്നും ചെയ്തു തരില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അവക്ക് ഒന്നും പറയാനില്ലാണ്ട് ഇത്രയും പറഞ്ഞു, അത് തന്നെ സന്തോഷം. പോവാം ആ വണ്ടി ഉണ്ട്, കയറണ്ട്. അപ്പോൾ അതെ, ഇവിടെ എല്ലാവരും റെഡിയാണ്, പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കണേ. ഇത് ഞങ്ങളുടെ ക്യാരവാനാണ് കാണുന്നത്. സോറി, ക്യാരിവാൻ അല്ലടി, ക്യാരിവാൻ മാറിപ്പോയി, ക്യാരവാൻ എന്നായി പോയി. നീ ക്യാരവാനിലാണോ പോണ? ഓക്കെ. എന്താ പറഞ്ഞേ? നമ്മളിങ്ങനെ നമ്മളിങ്ങനെ തിരിച്ചറിയണം. അതിനുവേണ്ടി നമ്മൾ ക്യാരവാൻ അല്ലല്ല. നമ്മുടെ ഒരു വണ്ടി സ്റ്റാർട്ടായി, അടുത്തുണ്ട്. അഹമ്മദ് ഭായ്, ആരംഭിക്കാമോ? അങ്ങനെ ഇതാ ഞങ്ങൾ വേണ്ടല്ലേ അതല്ല, അവസാനത്തെ യാത്ര. നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? അതെ, ഓ അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഈ വണ്ടി കൊടുക്കാൻ പോണല്ലേ? അപ്പോൾ നമസ്കാരം. നമ്മൾ ഇന്ത്യയുടെ പൈതൃക ഭൂപടത്തില് 6ാം സ്ഥാനത്ത് നിൽക്കുന്ന കൊല്ലങ്കോട്ടിലേക്കുള്ള യാത്രയിലാണ്. അവിടാണിപ്പോൾ നമ്മൾ കുതിരാൻ തുരങ്കത്തിലേക്ക് കടക്കുകയാണ്. ഏകദേശം 1 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന യാത്രയാണിത്. ഈ തുരങ്കത്തിലെ യാത്ര. 1 മിനിറ്റ് എന്നുള്ള 30 സെക്കൻഡിൽ അപ്പുറം എത്തിക്കാൻ പറ്റുമെന്ന് നോക്കണ്ട്, അറിയില്ല. അതെ 1 മിനിറ്റാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഡ്യൂറേഷൻ പറയുന്നത്. പക്ഷെ അത് നമ്മുടെ ഒരു സ്പീഡ് അനുസരിച്ചിട്ടും നമ്മുടെ ഒപ്പമുള്ള വാഹനങ്ങളുടെ എണ്ണം അനുസരിച്ചിട്ടും അത് കൂടാം കുറയാം. ഇത് ഈ ലോഡിന്റെ ലുക്ക് കണ്ട, മോഹൻലാലിനെ പോലെ ഒരു ചെരിവ്. ശരിക്കും മോഹൻലാൽ എന്ന് വിളിക്കാൻ പാടില്ലല്ലോ. അദ്ദേഹം ഒരു അറിയപ്പെടുന്നതും ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു നടനല്ലേ. പക്ഷെ മലയാളികൾ അങ്ങനെയാണ്. മമ്മൂട്ടി, മോഹൻലാൽ, എല്ലാ കൊച്ചു പിള്ളേരാണെങ്കിലും പേരെ വിളിക്കും. അതൊരു ശീലമാണ്. 1 മിനിറ്റ് കഴിഞ്ഞ 1 മിനിറ്റ് കഴിഞ്ഞു. എന്തായാലും നമ്മുടെ റിസോർട്ടിന്റെ പേര് മാംഗോ വില്ലേജ്. നമ്മുടെ സീതാർകുണ്ടിന്റെ അടുത്താണ് അല്ലേ, കൊല്ലങ്കോട്. അപ്പൊ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ മാംഗോ അല്ലേ, മാന്തോട്ടം കാണുന്നുണ്ട്. വേറെ ഒന്നും കാണില്ല. ഓഫ് റോഡാണ് റൈഡ് ചെയ്തുകൊണ്ടിരിക്കണത്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എത്തിച്ചിരിക്കുന്നത് നിങ്ങളെ വിഷ്വലായി കാണിച്ചു തന്നാനെ. എന്തായാലും നാളെ നോക്കട്ടെ അല്ലേ? അതെ, നാളെ പകൽ വെളിച്ചത്തിൽ ഭയങ്കര രസമായിരിക്കും. അത് ഈ രാത്രിയിൽ ഇതിൻ്റെ ഒരു നിഗൂഢത നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ പകൽ എത്ര രസമായിരിക്കും എന്ന് ഇപ്പോൾ മനസ്സിലാവും. അതെ, ആ ഈ ഒരു വിഷ്വല് കാണിച്ചത് തന്നെ അതിന് വേണ്ടിയാണ്. തീർച്ചയായും. പുലിയുണ്ട് കാറിന്റെ ഉള്ളിലാണ്. സിംഗോ ഒക്കെ ആയിരുന്നു. 2000 മേടിക്കണ്ടാണ്. എന്തായാലും റിസോർട്ട് വരെ ഇങ്ങനെ പോട്ടെ അല്ലേ? ഒന്ന് കണ്ടേ. ഈ റിസോർട്ടിൽ ഒന്ന് നടക്കാൻ ഇറങ്ങിയാൽ തെണ്ടിപ്പോവും. ഓട്ടോറിക്ഷയ്ക്ക് വരേണ്ടി വരും. ഓഫ് റോഡ് വാഹനങ്ങളാണ് എപ്പോഴും നല്ലതെന്നല്ലേ? ഒരു വലിയ പാറയുടെ മേലെ കൂടിയൊക്കെ ഉണ്ടോ ഈ സീതാർകുണ്ടിന്റെ? പക്ഷെ
ഒരു എന്താ പറയുക ഒരു ട്രക്കിംഗ് പോലത്തെ അനുഭവം തന്നെയാണ് ആക്ച്വലി. ഏതാണ്ട് നമ്മുടെ റിസോർട്ടിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. 200 meters. രണ്ട് വളഞ്ഞാൽ റിസോർട്ട് കാണും. ഞങ്ങൾ കാറിലാണ്, പിന്നെ മറ്റേ ക്യാരിവാൻ പുറകെ ഉണ്ട്. അതെന്താണ് അവസ്ഥയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. സുഹൃത്തുക്കളെ, ആ ലൈറ്റ് കാണുന്ന സ്ഥലമാണ് റിസോർട്ട്. നൈറ്റ് വിഷ്വൽ ഒന്ന് കാണിച്ചു കൊടുത്തത്. ഇവിടെയാണ് പാർക്കിംഗ്. എങ്ങനെ ശരിയാണ് വഴി പറഞ്ഞു കൊടുക്കണമെന്ന് നോക്കി. അയ്യോ, ഇത് കുറച്ച് നേരത്തെ എത്തണുണ്ട്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ലേറ്റ് ആയതാണ് പറ്റിയത്. ഇവിടെ നമുക്ക് അല്ലേ എന്താണ് ട്രാക്ടറാ? എന്തായാലും സാധനങ്ങളൊക്കെ ഉണ്ട്. അത്ര അപ്പുറത്ത് കൊണ്ടല്ലോ. നാളെ ഇത് കൊണ്ട് റൈഡ് പോയാലോ? നടത്ത് പരിപാടി നടക്കില്ല. അല്ലെങ്കിൽ നമുക്ക് ഒരു കൈ നോക്കായിരുന്നു. ഓൺ റോഡ് വെച്ചിട്ട് അതല്ല. ഇപ്പൊ രാത്രി റൈഡ് പോയപ്പോൾ രാത്രി റൈഡ് അതിന് കിട്ടിയാൽ പൊളിക്കും. എല്ലാവരും വിളിച്ച് കയറ്റിയിട്ട് അല്ലേ? നമ്മുടെ മിനി വാനത്തിലുണ്ട്, കേര വാനത്തിലുണ്ട് അല്ലേ? തുറന്നു കൊടുക്കണമെങ്കിൽ സെക്യൂരിറ്റി. അയ്യോ, സെക്യൂരിറ്റി അല്ലേ, പ്രവീണായിരുന്ന. പോട്ടെ. വാവ്, നിക്കണം. പതുക്കെ പോ. കാട്ടുപന്നി, പിന്നെന്താണ് പറയുക, മാന, മ്ലാവല്ലേ? മ്ലാവൊക്കെ ഓടി നടക്കുന്ന സ്ഥലമാണെന്ന് പറയണത്. കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നാളെ രാവിലേക്ക് നോക്കാം. രാവിലത്തെ അവസ്ഥയും ഞങ്ങളുടെ പറയാൻ പറ്റില്ല. എന്തായാലും എന്തെങ്കിലുമൊക്കെ കണ്ടാൽ കാണിച്ചു തരുന്നതാണ്. കാരണം നാളെ ഞങ്ങൾക്ക് ചെറിയ പരിപാടി ഉണ്ട്, ഇവിടെ വർക്ക് ഉണ്ട് അല്ലേ? ആഹാ, പിന്നെ ഇവിടെ ഒരു ഏർമാട സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ? എടേ നമ്മൾ പരിചയപ്പെടണ്ട. ഇങ്ങോട്ട് വാങ്ങട്. ഇങ്ങനെ നിന്ന് നിങ്ങൾ അങ്ങനെ വഴക്കിട്ട് എങ്ങനെ നിങ്ങളുടെ വന്നേ? നോക്കി, അടിപൊളിയുണ്ടോ? നല്ല ഫീൽ. നൈറ്റിൽ അല്ലേ? നൈറ്റിൽ കാണാൻ അടിപൊളി. ഒന്നും നോക്കി. നാളെ അരമണിക്കൂർ ഇവിടെ കിടക്കാൻ ഗ്യാപ്പ് കിട്ടുമെന്ന് അറിഞ്ഞൂടാ അല്ലേ? നോക്കാം. ഇത് പലരെയും വീട്ടിൽ ചെയ്യാൻ പറ്റിയൊരു സംഭവം ഉണ്ടാകും. മുന്തിരി കയറ്റി വിട്ടേക്കണം, അല്ലെങ്കിൽ നമുക്ക് ഫാഷൻ ഫ്രൂട്ട് കയറ്റി വിടാം. എന്നിട്ട് ഇതേപോലെ ഒരു ലൈറ്റൊക്കെ വെച്ച് അടിയിൽ ഇങ്ങനെ ഇരിക്കുക. അത് രസമായിരിക്കും. വൈകുന്നേരങ്ങളിൽ കഥ പറഞ്ഞിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് നല്ലതാണ്. ഒന്ന് പോടെ പേടിപ്പിക്കാം. ഇതണ്ട, ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. നോക്കി, അടിപൊളി. ഒന്നും പറയില്ല. ഇതാണ് അവൻ പറഞ്ഞ വണ്ടി. അതിൻ്റെ എങ്ങോട്ടാണ് പോണ? ഓക്കെ, എങ്കിൽ വിട്ടോ. ഞാൻ അവിടെ നീ ആ പുല്ലിൻ്റെ മേളിലേക്ക് ഓടിച്ച് കയറാൻ പോയത്. കണ്ടോ? സൈക്കിൾ എടുത്ത് പോയാലെങ്കിൽ എടുത്താണെങ്കിൽ സൈക്കിൾ എടുത്ത് പോയാലോ? കൊള്ളട്ടെ. ഇത് എനിക്ക് വേണം ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ മാത്രം യൂസ് ചെയ്യാനായിരിക്കണം അല്ലേ? എവിടെ കയറിക്കും? വാവ്, സെറ്റ് പറഞ്ഞപ്പോൾ തന്നെ മോഡലും സെറ്റായി അല്ലേ? ആ ബേക്കിലോട്ട് രണ്ട് കറക്കി കൺകളീറിൻ്റെ അല്ലേ? അടിപൊളി. നാളെ ഗ്യാപ്പുണ്ടെങ്കിൽ ഒരു റൗണ്ട് അടിക്കണം, നമുക്ക് എടുക്കാം. തീർച്ചയായിട്ടും എടുക്കണം. കണ്ടോ? കുറേ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്ന് നൈറ്റ് ആയത് കാരണം നമുക്ക് ഇവിടെ വെളിച്ചുള്ള ഭാഗമേ കാണാൻ പറ്റുള്ളൂ. നോക്കി, ആ തെങ്ങിനോപ്പിൻ്റെ അടിയിൽ അടിപൊളി ഫീലാണ്. അവനെ കടിക്കില്ല കേട്ടോ. അവനെ കടിച്ചാൽ നിനക്ക് പേ വരും. അരുണേ, ഇത്തിരി നീങ്ങുന്ന അതെങ്ങാനും കടിച്ചാൽ അതിന് പേ വരുവാണ്. ഇതാണെന്ന് തോന്നുന്നുണ്ട് മറ്റേ നോക്കി ഫുഡിങ് ഏരിയ. കണ്ടോ? ഫുഡ് ഇരുന്നായിരിക്കും ഇവിടെ വന്നാൽ റിസോർട്ടിൽ വന്നാലൊക്കെ ഫുഡ് കഴിക്കുന്നത്. കണ്ടോ? നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടാണ് അവർക്ക്. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചില്ല. കണ്ടോ? ഞങ്ങളെന്തായാലും ഇവിടെ ഇരുന്നൊന്നും കഴിക്കണം. ഞങ്ങൾ റൂമിലേക്ക് വെക്കാൻ പറയാം. ഇത്തിരി ലേറ്റായി. നമുക്കൊന്ന് ഫ്രഷ് ആവണം. പിന്നെ ഇവിടെയും കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് മേടിച്ച് കൊണ്ടുപോകാനുള്ള ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇനി ആകെയുള്ളൊരു പ്രതീക്ഷ രണ്ടെണ്ണം കഴിക്കണമെങ്കിൽ ഇത്തിരി ടച്ചിങ് വേണ്ടേ പ്രവീനെ? തീർച്ചയായിട്ടും ഇല്ലേ? ജിഷ്ണു ഒന്നും കൂടെ വന്നേ ഒരു കാര്യം ചോദിക്കട്ടെ. ആകെയുള്ളൊരു പ്രതീക്ഷ നമ്മുടെ ജിഷ്ണുവാണ്.
വേറെ ആരെയും നമ്മളിവിടെ പരിചയപ്പെട്ടില്ല ഈ റിസോർട്ടിലോട്ട്. ജിഷ്ണു, നമുക്ക് ചോദിക്കാനുള്ളത് എന്തെങ്കിലും ടച്ചിങ്, അതായത് ഇന്നലെ വെച്ച മറ്റേ കാട്ടുപന്നിയുടെ ഇറച്ചിയ അല്ലെങ്കിൽ മാവിന്റെ എന്തെങ്കിലും ഇരിക്കണം ഐറ്റംസ് ഒന്നും നമുക്ക് ഇവിടെ ഇന്നത്തേക്ക് അവൈലബിൾ അല്ല സാർ. ഒന്നാമത് കുക്കില്ല, നമ്മൾ ബാക്കി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇന്നെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അഞ്ചത്തിട്ടാണ്ടോ കുത്തണത് കൊല്ലംകോട് വേണ്ടേ ഇച്ചിരി ഇടിയറിച്ച് തന്നെ ആരോട് ആഗ്രഹിക്കുന്നത്? ഒരു മിനിറ്റ് ആകെയുള്ള പ്രതീക്ഷ ലിജി നശിപ്പിക്കരുത്. അതില്ലെന്ന് ഇല്ല, കിട്ടാനില്ല, സാധനം കിട്ടാനില്ലെന്ന്. എന്ത് ചെയ്യും? ഇല്ല, കിട്ടാനില്ല. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു സങ്കടകരമായ കാര്യം. ജിഷ്ണു, ഒന്നുമില്ല, നീ 2 ചിക്കൻ പീസെങ്കിലും കൊണ്ടുവന്നിട്ട് വെടിയിറച്ചിയാണെന്നും പറഞ്ഞ് നിൽക്കുക. സമാധാനത്തിന് അങ്ങനെ എന്തെങ്കിലും വേണേ സെറ്റ് അതെങ്കിലും റെഡി. ഇതൊക്കെ തമാശ പറഞ്ഞ 100 ആളറിയാണ്ട് വന്ന് അഭിനയിച്ചു. ഇത് വെറുതെ ഒന്ന് അഭിനയിച്ചിട്ടും പോയിട്ടാ, റിയലായിട്ട് അഭിനയിച്ചിട്ടും അറിയാനോന്ന് വിട്ടതാ. അപ്പൊ ഇതൊക്കെ തമാശ പറഞ്ഞ ഈ റിസോർട്ടിനോട് ഞങ്ങൾ ഒരു രസത്തിന് അല്ലേ അതെ ഒരു രസത്തിന് വേണ്ടി അല്ലേ അതെ. ഇപ്പൊ കിട്ടിയപ്പോ ഞാൻ പറഞ്ഞ് റിയൽ ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാന്നും പറഞ്ഞ് ചെയ്ത് ജിഷ്ണു അഭിനയിച്ച് തകർത്ത് കളഞ്ഞ്. അതെ, ഇത് കണ്ട് വല്ല പടത്തിൽ റോൾ ഇട്ട് ഞങ്ങളെയൊന്നും മറക്കരുതട്ടോ. ഇതാവണ്ട. പിന്നെ ഈ ഷൂട്ടിന്റെ ഇടയിൽ അറിയാണ്ട് വന്ന് പെട്ട ആളാണ് പുള്ളിക്കാര്. വേറെ എന്താണ് ശരിക്കും ഉദ്ദേശിച്ചത്? എന്താന്ന് വെച്ചാൽ എന്തെന്ന് പ്ലേറ്റ് മറിച്ച് പുള്ളിക്കാര് വേറെ എന്ത് ചോദിച്ചു വന്നത്. പുള്ളിക്കാര് ഈ റോളിൽ ഉണ്ടായില്ല. മറ്റേ പന്നിയൊക്കെ ഓടുന്നു നേരത്തെ പറഞ്ഞില്ല, അത് ചോദിച്ചു വന്നാണ്. എന്താന്ന് അറിയാനാണ് ചോദിച്ചു വന്നത്. കഥ കൊച്ചിനറിയാൻ സത്യം അല്ലടാ, ഒന്നും മനസ്സിലായിട്ടില്ല. എല്ലാം ശരിയാണ്. ആദ്യമേ പേടിച്ചു. ആ മതി. നമ്മൾ അവിടെ നിന്ന് വന്നാണ്. അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടപ്പോൾ നല്ലൊരു ഇന്ന ഏരിയ ഇവിടെ ഉണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഇപ്പുറത്തും ഉണ്ട് കുറേ സെറ്റപ്പ്. നോക്കി അവിടെ ഒരു പൂളൊക്കെ ഉണ്ട്. പൂള ഒരു വെള്ളം നിറക്കാനായിട്ട് തന്നെയാണ്. ഇത് നോക്കി, ഇതൊരു ഇന്ന ഏരിയയിലാണ് ടൈഗർ റിസോർട്ട് സ്റ്റേ ചെയ്യണം. അടിപൊളി. അവളുടെ സൗണ്ട് കേട്ട എന്താണെന്നറിയോ, ഊഞ്ഞാലാടുകയാണ്. ഇതുണ്ടോ, നമുക്ക് രാവിലെ നോക്കാം. വെൽ സെറ്റ് എന്താണ്, നല്ല അടിപൊളിയായിട്ടാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണായിട്ട്. ഇതുണ്ട ക്യാമറയൊക്കെ ഉണ്ട് എല്ലായിടത്തും. ക്യാമറ ഉള്ളതുകൊണ്ടല്ല, അല്ലാണ്ടാണെങ്കിലും നല്ലൊരു ഭംഗിയിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്. നമ്മുടെ റൂം ഇതാണെന്ന് തോന്നുന്നു. ഇതുണ്ടോ, ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്, അവിടെ ഉണ്ട്. ഒരു നല്ല എന്താ പറയുക, രാവിലെ ഇതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഭംഗി കിട്ടുള്ളൂ. നോക്കട്ടെ രാവിലെ എടുക്കാൻ പറ്റുമെന്ന്. രാവിലെ ചെറിയ പരിപാടികളുണ്ട്, എന്തായാലും നോക്കട്ടെ. ഇതായിരിക്കണം നമ്മുടെ ഇന്നത്തെ കൊട്ടാരം. ഇത് അടിച്ച ബോളിക്കും അയ്യോ ഇതിനോട് ചേർന്ന് തന്നെയാണല്ലോ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടത്. 3 പോർഷനായിട്ടാണ്, മേളിലും ഉണ്ടെന്ന് തോന്നുന്നു. ക്യാമറമാനുണ്ട്. ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ തന്നെ ആയിരിക്കും അപ്പുറത്തും 3 ബെഡ്റൂമുള്ളത്. ടോയ്ലറ്റോടുകൂടി അല്ലേ. ഇവിടെ കൊച്ചു കുട്ടികൾക്കുള്ള സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് പറയണത്. കാരണം നമ്മളെ കൊച്ചു കുട്ടികളായതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ടല്ല, എനിക്ക് 26 ആവണുള്ളൂ. 26 ആവണുള്ളൂ. അവർക്കുള്ള 26 ബിലോ ഉള്ളവർക്കുള്ള സ്വിമ്മിംഗ് പൂളുകളുണ്ട്. അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓ ഇത് അരുണുള്ള കുഞ്ഞിതാണ്. കുഞ്ഞിപ്പൂള്. ഇതൊരു കുഞ്ഞിപ്പൂളാണ്. അങ്ങോട്ടാണ് നമ്മൾ ചാടാൻ പോണത്. സുഹൃത്തുക്കളെ, നമ്മുടെ മാംഗോ ട്രീസിൻ്റെ പൂളിലേക്ക് നമ്മുടെ സുഹൃത്ത് സമയം രാത്രിയായി. പക്ഷേ ഇത് രാത്രിയും ഇവിടെ താമസിക്കുന്നില്ല. ചെറുപ്പം നിലനിർത്താൻ വേണ്ടി വീണ്ടും നമ്മുടെ സുഹൃത്ത് ജോർജ് എൻജോയ്മെന്റ് ഒരു മാക്സിമം പരിപാടിയാണ്. ആ കേൾക്കോ തീർച്ചയായിട്ടും. ആ വെള്ളത്തിൻ്റെ ഒരു ഇതാണ് നമ്മുടെ അരുൺ പറയുന്നത്. ഞാനിപ്പോ പോണത് എനിക്ക് 24 വയസ്സാണെങ്കിൽ ഒരു 5 വയസ്സുള്ള കുട്ടിയുടെ അതെ 5 വയസ്സുള്ള കുട്ടിയുടെ എനിക്ക് 24 വയസ്സുണ്ട്. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുന്നു നമ്മൾ.
ആക്ഷൻ. നമ്മളിത് ടോർച്ച് വെളിച്ചത്തിൽ കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ നമ്മളെല്ലാവരും പിരിഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ ലൈറ്റ് അവർ ഓഫ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ നമ്മൾക്കിവിടെ താമസക്കാർക്ക് ഏത് സമയവും നമുക്ക് ഇവിടുത്തെ പൂൾ എൻജോയ് ചെയ്യാമെന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് സംഭവം. സുഹൃത്തുക്കളെ, നമ്മുടെ സുഹൃത്ത് ജോർജ് നരസിംഹത്തിലെ ലാലേട്ടൻ പൊങ്ങിയെന്നുള്ള പൊങ്ങി തന്നെ കണ്ടാ. മറ്റേ പാട്ടിടാൻ പറ്റുമോ? അത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടാൽ എന്താ പറയുക, കിട്ടില്ല മൂടാണ്. രാവിലെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, രാത്രിയാണ് ഞങ്ങളിവിടെ എത്തിയത്, പാലക്കാട് കൊല്ലംകോട് എത്തി. രാവിലത്തെ മൂടിയാണ് കാണിച്ചിട്ടത്. ഇവിടെ ഒന്ന് ചുറ്റിച്ച് ഞാൻ കാണിച്ചിരുന്നു. ഇങ്ങനെയാണ് ചെന്നൈ കാണാൻ പറ്റുള്ളൂ. ഒരു മിനിറ്റ്. ഇതണ്ട കാണുന്നത് അപ്പുറം കാടാണ്, തൊട്ട് പറ്റിയ കാടാണ്. അതിൻ്റെ അന്നൊക്കെ മയിലിൻ്റെ കരച്ചിലും, പിന്നെ ഞങ്ങൾ വന്നവഴിക്ക് മുള്ളമ്പന്നിനെ കണ്ടായിരുന്നു. പിന്നെ മാനല്ല മ്ലാവായിരുന്നു. അത് പക്ഷേ വീഡിയോ എടുക്കാൻ വേണ്ടിയില്ല. ആ ടൈമിൽ ഗോപ്രോ ഉണ്ടായില്ല. പിന്നെ മൊബൈലിൽ ക്ലാരിറ്റിയും കിട്ടില്ല, അത് ഓടിപ്പോയി. പക്ഷേ മുള്ളമ്പന്നിയുടെ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. അത് കണ്ടു കാണും നിങ്ങൾ തൊട്ട് മുന്നേ. അതുപോലെ നമ്മൾ നിൽക്കുന്നിടത്ത് പാറയുടെ മുകളിൽ ഒരു ചെറിയൊരു തടാകം പോലെ. ഇതൊരു എന്താ പറയുക, പാറമുടിയാണ് കാണുന്നത്. നോക്കി നല്ല നോക്കി വേറെ മൂടി കിടക്കുന്ന പാറ. എല്ലാവരും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടി ഇവിടെ പണി നടക്കേണ്ടത്, ക്യാമറയ്ക്കുണ്ട് പണി നടക്കുന്നുണ്ട്. നോക്കി അവിടെ നിന്ന് വെള്ളം ചേർന്ന് നോക്കി, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ വീണ്ടും യാത്ര തുടങ്ങി. പ്രദേശേട്ടാ, അവിടെ ഗുഡ് മോർണിംഗ്. അല്ല, ഗുഡ് മോർണിംഗ് മുന്നുള്ള വീഡിയോ സമയം 6:46. നമ്മളിനി ഒരു സൈക്കിൾ യാത്ര ആരംഭിച്ചു. അതെ വളരെ നല്ല ഇതല്ലേ ആ പാറയുടെ സ്ഥലത്തില്? ഇതല്ലേ ഇതല്ലേ ആ വലിയ പാറ. ഇതാണ് നമ്മൾ രാത്രിയൊക്കെ കയറി വന്നത്. ചെറിയ നോക്കി, ഇതിന്റെ മേളിൽ കൂടി ആയിരുന്നു ഇന്നലെ ഞങ്ങൾ രാത്രി പോയത് അല്ലേ? പറ്റും. പോകും സ്ഥലം എവിടെയാണ് കണ്ടു പറയാം. മാം ചായക്കടയിലേക്കാണ് നമ്മൾ ഇന്നലെ വന്നത്. ജസ്റ്റ് ഒന്ന് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. പാറയുടെ മേളിൽ കൂടിയാണ്. ഇതിലാണ് നമ്മുടെ ക്യാരവാനും എൻ്റെ വണ്ടിയൊക്കെ പോയത്. രാവിലെ ഇവിടുത്തെ ഫീല് അത് വേറൊരു എന്താ പറയുക, വേറൊരു വൈബാണ്. അത് നേരിട്ട് പോയി എൻജോയ് ചെയ്യുന്നുണ്ട്. എപ്പോഴെങ്കിലും നിങ്ങളൊക്കെ പോകാത്തവരുണ്ടെങ്കിൽ ഫാമിലിയായിട്ട് കൊല്ലംകോട്ടിലേക്ക് വിട്ടോ. പിന്നെ ഇത് നോക്കണ്ടത് ഞങ്ങളുടെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ചെയ്യണേ. ചേട്ടാ, പേരെങ്ങനെ? പേര് ആസൈ. അവരെ കൂടെ ഒന്ന് കാണിച്ചു കേട്ടെ അല്ലേ? രണ്ടുപേരും പേര്? എൻ്റെ ഒരു ശ്യാമു. അപ്പു. ആരാ? അതെ, ഓക്കെ. ഇവിടെ ഫുൾ കട്ടൊക്കെ സപ്പോർട്ടായിട്ട് ആസൈ ചേട്ടനും അല്ലേ കടയൊക്കെ നമുക്ക് ഷൂട്ടിന് വന്നേക്കാണ്. രാവിലെ ഞങ്ങൾ പണി തുടങ്ങാൻ പണിയാണ്. ഡയറക്ടർ സാർ നോക്കി അല്ലേ, പണി തുടങ്ങാൻ പണിയാണ്. നല്ല അടിപൊളി, ഒന്നും പറയല്ല അല്ലേ? ഇത് പിന്നെ വെറുതെ ഒരു രസത്തിന് ഗോപ്രോ വെച്ച് ഒന്ന് പടച്ചു നോക്കിയാണ്. വെറുതെ എനിക്ക് തോന്നിയൊരു ഫ്രെയിം എടുത്ത് നോക്കിയാണ്. അദ്ദേഹം എന്തായാലും ഒരു എഴുത്തിലാണ്. എന്നാൽ നിങ്ങൾ എടുത്ത് നോക്കാമെന്ന് ഓർത്തിങ്ങനെ. നിന്നെ അടി നോക്കുന്നു. ഇല്ലല്ലോ പ്രതീക്ഷ. എന്തുകൊണ്ടാണ് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അത് മനസ്സിലായി. ഇപ്പൊ രണ്ട് ഫ്രെയിമിലുണ്ട് കണ്ട. രണ്ടും ഫ്രെയിമില്. ഒരെണ്ണം പട്ടിയില്ലട്ടാ. ഇതാണ് നമ്മുടെ മാംഗോ വില്ലേജിലേക്ക് നമ്മൾ രാവിലെ ഇന്നലെ നൈറ്റിലൊന്നും കാണാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക്. ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ചിട്ടാണ്. ഇത്രയും സ്പീഡ് കൂട്ടിയിട്ടുണ്ടെന്ന് ഓവറായിട്ട് കയറ്റിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു അതിൻ്റെ ഒരു റേഞ്ച്, ആ റിസോർട്ടിൻ്റെ റേഞ്ച് കിട്ടാൻ വേണ്ടിയാണ്. കാരണം ഒരു കിലോമീറ്ററോളം ഇത് നോക്കിയാൽ രണ്ട് സൈഡിലും മാവുകൾ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നതാണ്.
മാങ്ങ ഉണ്ടാവുന്ന സീസണാണെങ്കിൽ വേറെ മൂടായിരുന്നാലും കേട്ടോ, കാണുന്ന കാഴ്ച വേറെ ഒന്ന് തന്നെ ആയിരുന്നാനെ. ഇത് നോക്കി ഇങ്ങനെ എനിക്ക് തോന്നുന്നു 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററോളം ഇങ്ങനെ ഉണ്ട്. ഇത്തിരി ഞാൻ സ്പീഡ് കയറ്റിയിട്ടാണ്, കാരണം ഓമിനിയും കൊണ്ട് ഇങ്ങനെ ഓഫ് റോഡിൽ കൂടി ഇത്രയും സ്പീഡിൽ പോകാൻ പറ്റില്ല. കാരണം പോകാൻ പറ്റും, വണ്ടി ഡാമേജ് ആവും. അപ്പോൾ ഞാനിത് നിങ്ങളെ എടുത്തത് കാരണം ഇത്രയും അധികം ദൂരം പിന്നിട്ടിട്ടാണ് നമ്മളുടെ ആ റിസോർട്ടിലേക്ക് എത്തണതെന്ന് ഞാൻ പറഞ്ഞതാണ്. അത്രയും നല്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു റിസോർട്ട്. എനിക്ക് വേണം അതിൻ്റെ ഓണറായിട്ട് ഞങ്ങൾ പിന്നീട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഒരു കൂൾ മൈൻഡിൽ എനിക്കറിയില്ല ആ രീതിയിലാണ് ആൻസർ തന്നത്. ഞങ്ങൾ ചോദിച്ചത് എന്തായിരുന്നെന്ന് അറിയാമോ, കേരളത്തിലൊരു നമ്പർ 1 റിസോർട്ടുകളിലൊരു 5 ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് വിട്ടേക്കും, ഉറപ്പാണത്. കാരണം എന്താ വെച്ചാൽ അത്രയും ഒരു വലിയൊരു ഏരിയയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കോമ്പൗണ്ടിൽ, അതായത് ഒരാളുടെ തന്നെ പ്രോപ്പർട്ടിയിൽ ഇങ്ങനെ റിസോർട്ട് ഇരിക്കുന്നത് കാണുന്നത്. കാരണം അതും നല്ല എന്താ പറയുക, ഒരു ഈ എന്താണ് പറയുന്നത്, വയലുണ്ട് ആ കോമ്പൗണ്ട് പറ്റേ, പിന്നെ അഡ്വഞ്ചർ പാർക്ക് ഉണ്ട്, എല്ലാം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് കണ്ടില്ലേ, ഇതാണ് കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച. അതായത് കിലോമീറ്ററോളം, അതായത് ഒരു 1.5 എനിക്ക് 2 കിലോമീറ്റർ ഉണ്ടായി പോണ പോക്ക് കണ്ടിട്ട് ഇങ്ങനെ മാവിൻ്റെ ഇടയിലൂടെയാണ് ഈ വഴി പോയേക്കണം. നമ്മൾ രാത്രി പോയില്ല, വെളുപ്പിനെ പിന്നെ ഞാൻ പറയാം മാവ് വന്ന് മുമ്പിൽപ്പെട്ട എൻ്റെ ഒരു ക്യാമറ ഇല്ലാണ്ട് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇതുണ്ടാവുമെന്നും. പിന്നെ അപ്പോഴൊരു ടോർച്ച് നമ്മുടെ കയ്യിൽ വേണം കേട്ടോ. വണ്ടിയുടെ വെളിച്ചത്തിൽ ചെറുതായിട്ട് കണ്ടുള്ളൂ, കണ്ടപാട് ഓടിക്കളഞ്ഞ്. അതുപോലെ മുള്ളംപന്നി, മാൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ തൊട്ടപ്പുറത്ത് കാടും പ്രദേശങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നോക്കി, ഇത് കണ്ട എത്രയോ നേരം നമ്മൾ ഇത് കണ്ട ഒറ്റ ക്ലിപ്പാടിയാ. നിങ്ങളെ ആ ഒരു എന്താണ് അവിടുത്തെ ആ ഒരു സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ കട്ട് ചെയ്യാഞ്ഞത്. കാരണം ഭാവിയിൽ നിങ്ങൾ പോയ ഒരിക്കലും അത് നഷ്ടമാവില്ല, അത് ഞാൻ തീർച്ച തരാം. എന്തായാലും മാംഗോ വില്ലേജിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട്. കാരണം അത്ര ഇഷ്ടപ്പെട്ടു പോയി സത്യത്തിൽ. കാരണം കിടിലാണ് ഇത്. ഇനിയുള്ള വ്യൂ നിങ്ങൾ കണ്ടോ, നമ്മൾ ഇന്നലെ രാത്രിയല്ലേ കാണിച്ചത്, രാവിലെ ഉള്ളൊരു വിഷ്വൽ നിങ്ങൾ കണ്ടോട്ടെ, എന്ത് മനോഹരമാണെന്ന് അറിയാം. പിള്ളേർക്ക് കളിക്കാൻ പാർക്ക് പോലുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്, അതൊന്നും വേണ്ട. പിള്ളേർക്ക് അല്ലാണ്ട് തന്നെ പുല്ലിൽ കിടന്ന് ഓടിയാൽ മതി. കാരണം അതിമനോഹരമാണ്, അല്ലെങ്കിൽ അത്രയ്ക്ക് മനോഹരമാണ് ആ ഒരു റിസോർട്ടിൻ്റെ എന്താണ് പറയുക ചുറ്റുവട്ടവും അല്ലെങ്കിൽ ആ റിസോർട്ടും എന്ന് തന്നെ വേണം പറയാം. പിന്നെ ഇവിടെ പല പല ബിൽഡിങ്ങുകളായിട്ട് പണിതിട്ടുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും അതിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതും കൂടി ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം നിങ്ങളെ. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അതും കൂടി ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം. നമ്മൾ ഓമിനിയിലാണ് രാവിലെ കറങ്ങാനിറങ്ങിയത്. കാരണം ഷൂട്ടിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അതും കൂടി അതിൽ കയറില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ വണ്ടി കൊണ്ട് ഇറങ്ങി. ഇനി ഇത് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് അവിടെ ആ ചുറ്റുവട്ടം ഒന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇറങ്ങി കഴിയുമ്പോൾ ആ വിഷ്വൽ കണ്ടോട്ടാ. ഇന്നലെ രാത്രിയല്ലേ കണ്ടത്, അത് അത്രയും വന്നിട്ടുണ്ടാവില്ല. നോക്കിക്കോട്ടാ, ഇത് എന്തോരം നമ്മൾ ആ കോമ്പൗണ്ടിൽ കൂടി വന്നെന്നും കൂടി ചിന്തിക്കണം കേട്ടോ. അതും ഇവരുടെ കോമ്പൗണ്ടിൽ പെട്ടതാണ് നമ്മൾ ഈ ട്രാവൽ ചെയ്തെന്ന ഭാഗം, മനസ്സിലായോ? അതിന് ശേഷമുള്ള എന്താണ് മെയിൻ താമസിക്കുന്ന ആ ഒരു ഏരിയയിലേക്കാണ് എത്തിയേക്കുന്നത്. ഇവിടെ തന്നെ 2 പൂളുകളുണ്ട്. ആ വൈറ്റ് ബിൽഡിങ്ങിനോട് ചേർന്നൊരു വലിയ പൂളുണ്ട്, കണ്ട. ഞാൻ അവിടെ വെച്ച് വോയിസ് ഒക്കെ കൊടുത്തെടുത്താണ്, പക്ഷേ അവിടെ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സൗണ്ട് കയറിയാറ് ഞാൻ 2ാമത് വോയിസ് ഓവർ കൊടുക്കണതാണ്. കണ്ട, ഇതിലാണ് നമ്മൾ വന്നത്. ഈ കോമ്പൗണ്ടിലൊക്കെ രാവിലെ മ്ലാവും മാനൊക്കെ വരും. അയ്യോ, ഒരു വല്ലാത്തൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്നാണ് കണ്ടും പോയത്. പ്രവി റെഡിയായി കണ്ട്. അതുപോലെ നമുക്ക് നമ്മൾ താമസിച്ച റൂമിൻ്റെ ആ ഒരു ഏരിയയും കൂടി ഞാൻ ഓടിച്ചിട്ട് കാണിച്ചത്. ഇന്നലെ ഈ സെയിം രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷനിൽ നിന്ന് തന്നെ ഞാനൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ടിരുന്നു കാണിക്കാൻ. പിന്നെ ഈ റൈറ്റ് സൈഡിലാണ് ആ ചെറിയ പൂള് നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി ഇറങ്ങിയത്. അത് പിള്ളേരുടെ പൂളാണ്, അതുകൊണ്ട് തന്നെയാണ് അവിടെ നമ്മൾ ഇറങ്ങിയതും കേട്ടോ. അതിന് കുറ്റപ്പെടുത്തണ്ട. പിന്നെ റൈറ്റ് സൈഡിൽ കണ്ട അങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ബിൽഡിംഗ് ഉണ്ട്. പിന്നെ അപ്പുറത്തും കുറേ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തുണ്ട്. അതൊക്കെ നമുക്കൊന്ന് ഓടിച്ചിട്ട് ഞാൻ കാണിച്ചില്ല. ഇന്നലെ എന്താ ഈ സെയിം സ്പോട്ടിൽ നിന്നിട്ടൊരു വീഡിയോ എടുത്തിട്ടായിരുന്നു. അത് കണ്ടേക്കണവർക്ക് മനസ്സിലാവും എന്ത് ഭംഗിയാണെന്ന് നോക്കി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തെങ്ങും തോപ്പിൻ്റെ ഇടയിലൊക്കെ എടുത്ത് നോക്കി. ആ കേരളീയരുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആ ഒരു എന്താ പറയുക തനിമ നിലനിർത്തിക്കൊണ്ടൊക്കെ ചെയ്യണം എന്നൊക്കെ പറയില്ല. അടിപൊളി, ഒന്നും പറയാനില്ല. എപ്പോഴെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഒരിക്കലും നിങ്ങൾ അവിടെ പോയിട്ട് വന്നിട്ട് നെഗറ്റീവ് അടിക്കില്ല, അല്ലെങ്കിൽ എന്നോട് നെഗറ്റീവ് അറിയില്ല. ഗ്യാരണ്ടി ഞാൻ തരാം. ബാക്കി അപ്പോൾ നേരിട്ട് നമുക്ക് കണ്ടറിയാം. ഓക്കെ, വാ. അത് നോക്കിയ കമ്പത്ത് പൈസ സൈക്കിളിൽ അത് പൊളിച്ച് ഇത് നോക്കി. എടേ എന്താണ് എവിടെയാണ് എന്താ സ്നേഹം കൊടുത്താൽ തിരിച്ചു തരും, കൊടുക്കുന്നവർക്ക് മാത്രം കേട്ടോ, അല്ലേ? നല്ലൊരു വെറൈറ്റി കളർ. അതെന്താണ് മാലിനോയ്സ് ഡോഗില്ല, അതിൻ്റെയൊക്കെ ഒരു കളർ ഏതാണ്ട്. മതി മതി വാ. കമ്മത്ത് ഭായി അവിടെ നിന്ന് സൈക്കിൾ എടുത്ത് രാവിലെ സൈക്കിളിലാണ് പരിപാടി. ഇത് അവനെ ഇടിച്ചിടാണ്ടിരുന്നു പോയി. അവൻ എടുക്കേക്കുണ്ട്. അവനാണെങ്കിൽ അതിൻ്റെ പുറകെ ഓടി നടക്കണേണ്. കണ്ടോട്ടാ, കാഴ്ച കാണിച്ചു തരാം. അവനതൊരു രസമാണല്ലോ. ഇവിടെ വന്നവരൊക്കെയാണല്ലോ അവന് ഇത്തിരി സമയം പോക്ക്. അവനും പുറകെ ഓടാനുണ്ട്. മറ്റൊരു സൈഡ് കാണിച്ചു തരാട്ടോ. മറ്റൊരു സൈഡ് ഇതല്ല, ഇതിൻ്റെ സൈഡല്ല, അത് വേറെ സൈഡ്. ഇത് നോക്കി, അതിൻ്റെ ഇപ്പുറത്തൊരു പോർഷനാണ് ഈ റിസോർട്ടിൻ്റെ.
കണ്ട പോകുമ്പോൾ അവരോട് ചോദിക്കണം കേട്ടോ, അവർക്ക് അറിയോ ഇല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണേ. അതാണ് ഞാൻ പറഞ്ഞത്, പ്രത്യേകം എടുത്ത് പറയാൻ കാരണമാണ്. അടിപൊളിയാണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വന്നെയാണെങ്കിൽ എന്താണ് കൊല്ലംകോട് തന്നെയാണെങ്കിൽ സീതാർക്കുണ്ട്, അവിടെ ആ വെള്ളച്ചാട്ടം കാണാം. വെള്ളച്ചാട്ടം അതാണ് ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. നമ്മൾ പണ്ട് വീഡിയോ അതിൻ്റെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ യൂട്യൂബിൽ തന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്. അതുപോലെ മാംഗോ വില്ലേജിൽ ഒന്ന് സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞു. അടിപൊളിയാണ്. ഇതൊക്കെ ഇങ്ങനെ തന്നെ പോട്ടാ വീഡിയോ. എസ്റ്റിഡി ബൂത്ത്, പഴയ എസ്റ്റിഡി ബൂത്തിരിക്കുന്നത് കണ്ടു. അതിന്നാണല്ലേ? ശ്രീകൃഷ്ണൻ നിങ്ങൾ ഒരു തീരുമാനത്തിലെത്താതെ എന്നിട്ട് പറയത് നാട്ടുകാർ കാണണല്ലേ. അതെ, ഇത് ശരിക്കും ഉണ്ടല്ല. എനിക്ക് വേണം അല്ലേ കമന്ത് ഭായ്, ഇതെനിക്ക് വേണം. മറ്റേ ഈ മാങ്ങ ഉണ്ടാവുന്ന സീസണിലാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ? അയ്യോ മൊത്തം അയ്യോ അടിപൊളി. ഇപ്പൊ തന്നെ 1-2 മരത്തിലുണ്ട് സീസൺ അല്ലാത്ത ടൈപ്പ് മാങ്ങകൾ ഞാൻ കണ്ടു. അടിപൊളിയായിരിക്കും. നിങ്ങൾ ആ ടൈമിൽ തന്നെ അയ്യോ ദേ ഇത് നോക്കി. അത് പിന്നെ എടുത്ത് പറയണ്ട. അവിടെ കാണില്ല. യെസ് കഴിഞ്ഞതിന് മുമ്പത്തെ മാസം പ്രസവിച്ചിട്ടില്ലായിരുന്നു. നീ വന്നായിരുന്നു കഴിഞ്ഞതിന് മുന്നേ മാസം പ്രസവിച്ചില്ലെന്നറിയാം. ഇതാണ് ചോമല ഗേറ്റ് എന്ന് പുള്ളി പറഞ്ഞത്. അതെന്താണ്? നീ ഇവിടെ പരിപാടിയൊക്കെ കിട്ടതേ. ആഹാ അയ്യോ ഇതൊന്നും എൻജോയ് ചെയ്യേണ്ടതാണ്. നമുക്കിപ്പോൾ നേരമില്ല, അല്ലെങ്കിൽ ഒരു പുള്ളി വിളിക്കായിരുന്നു. നോക്കി ഞങ്ങളൊരു വർക്കിൻ്റെ ഭാഗവും കൂടി ആയിട്ടാണ് വന്നേക്കണം അല്ലേ? എടുത്ത് അധികം പോയാൽ പണിയാവും കേട്ടോ. അധികം ഉണ്ടെങ്കിൽ അവർ നമ്മളെ നോക്കിക്കരുത്. ഞാൻ പറഞ്ഞില്ല അവർക്ക് കുറച്ചെന്ന് പറയണത്. പാടത്തിന് എത്ര കിലോമീറ്റർ, പാടം എത്ര കിലോമീറ്റർ? വിളി വന്ന് പേടിക്കണ്ട പ്രതീക്ഷ കണ്ട. അതിൻ്റെ ഒരു ഭംഗി നോക്കി, നാടിൻ്റെ ഭംഗി. അടിപൊളി ഒന്നും പറയല്ല. കണ്ട ഇതങ്ങാട് നോക്കി. എങ്ങനെ എന്താ നോക്കി അടിപൊളി ഒന്നും പറയാം. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 2 ദിവസം മിനിമം സ്റ്റേ ചെയ്താലേ ഇവിടുത്തെ മുഴുവൻ കാഴ്ചകൾ നമുക്ക് പകർത്താൻ പറ്റുള്ളൂ. ഒന്നും പറയാനില്ല. എന്താണ് ഫോട്ടോഷൂട്ടാണോ? ഒറ്റക്ക് എന്താണ് മരം ഒറ്റയ്ക്ക് കിണറാ കമ്പനി കൊടുക്കാനാണോ? എന്നാൽ കമ്പനി കൊടുക്കും മരത്തിന്. ചാട് ഒറ്റച്ചാട്ടം വീണ അടിപൊളി. നമ്മുടെ കാണികൾക്ക് ഇഷ്ടപ്പെടും, എനിക്ക് റീച്ചിങ് കിട്ടും. ചാടൂ. എങ്ങനെയും വെള്ളത്തിൽ വീഴാൻ ശ്രമിക്കണം. അഭിനയിച്ചാലും മതി. പോയില്ലടാ എടുത്തി ട്രൈ ചെയ്ത് നടന്നില്ല. വാവ് ഏത് പാട്ട് കിടണം ഇതിന്? മധുരം തരൂ. അവൻ കൂട്ടത്തിലില്ലേന്ന് ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാ ഇപ്പൊ കൂട്ടത്തിലില്ലേ കളയണോന്നാണ് അവന് ഉദ്ദേശിച്ചത്. മുന്നേ ചൊല്ല് കാലത്തെ നിന്നെ കാണാൻ. ഈ മണ്ണിന്റെ തമ്പ്രാക്കൾ വാഴുന്ന ഒരു കുടിലാണ് ഞാനിപ്പോ ഉള്ളത് അല്ലേ? രാത്രിയായാലും പകലായാലും ഈ പാടത്തിന് കാവലിരിക്കുന്ന കാവൽ മാലാഖന്മാർക്ക് തണലേകുന്ന ഈ ഒരു പുൽക്കുടിലിനുള്ളിലുള്ള തണുപ്പ് അനുഭവിച്ചറിയണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വരേണ്ടി വരും. ഒന്ന് പോലെ അങ്ങനെ നോട്ടാ. വെറുപ്പിക്കൽ ഇനിയും തുടരും. വെയിറ്റ് ആൻഡ് സീ. മറ്റൊരു കാഴ്ച കാണിച്ചു തരട്ടെ. നോക്കിയേ, നമ്മളടുത്ത റൂമൊക്കെ കണ്ടല്ലോ നിങ്ങൾ. ഇത് നോക്കിയേ, ഇവിടെ ഒരു ചെറിയൊരു കുളം സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ബാൽക്കണിയാണ്. ഇവിടെയും കണ്ടോ ഇതിൻ്റെ ബാൽക്കണിയാണ്. ഈ ഒരു റൂമിൻ്റെ ഒരു ഇതും കൂടി കാണിച്ചു തരാം കേട്ടോ, ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. കാരണം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇതിൽ സെലക്ട് ചെയ്യാൻ. പിന്നെ എനിക്ക് റൂമിൻ്റെ റേറ്റ് ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, അതുകൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇങ്ങനെ ഇത് നോക്കി ആ മലയുടെ ഇതുണ്ട്, ആ കാഴ്ചയൊക്കെ കണ്ടത് ഈ പൂളിൽ കിടക്കാം. ഇതാണ് ആ വലിയ പൂളി ഞാൻ നേരത്തെ പറഞ്ഞ. നിങ്ങൾ ഇങ്ങോട്ട് വന്നെയാണെങ്കിൽ എപ്പോഴെങ്കിലും വന്നെയാണെങ്കിൽ ഒരു 2 ദിവസം മിനിമം അവിടെ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞാൽ കേട്ടോ.
എന്നാൽ ഇച്ചിരിയൊക്കെ നിങ്ങൾ കണ്ട് തീരുള്ളൂ, ഇച്ചിരിയൊക്കെ. ഈ ഒരു വ്യൂ നിങ്ങൾ കണ്ടോട്ടാ എടുക്കായിരുന്നു. അതെ നമ്മുടെ ക്യാരികാൻ വന്നിട്ട് ലൊക്കേഷൻ കണ്ടോട്ടാ. വാ ഇനിയൊരു സീൻ കാണിച്ചില്ല അല്ലേ, ഏർമാടത്തിലൊന്നും കയറിയില്ലെന്ന് കണ്ടോ. ഹായ് ഞാനൊന്ന് കയറിട്ടെ കണ്ട ആവോ ഇരുന്നൊക്കെ ഒന്നും പറയല്ല. പിള്ളേർക്കുള്ള വർക്ക് അത് കുറേ സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ. അതൊന്നും വേണ്ടി വരില്ല, ഇവിടെ ഓടി നടന്നാൽ തന്നെ പിള്ളേർ ഹാപ്പി ആയിരിക്കും. ഇങ്ങനത്തേക്കൊരു എന്താ പറയുക, ഇത്രയും വലിയ റിസോർട്ട് ആദ്യമായിട്ടാണ്. എന്തായാലും ഇതിനെക്കുറിച്ചൊരു വിശദമായിട്ടൊരു വീഡിയോ നമ്മൾ ഭാവിയിൽ ചെയ്യുന്നതായിരിക്കും. കാരണം നമുക്ക് സമയമില്ല, നമ്മളൊരു വർക്കിൻ്റെ ഭാഗമായിട്ട് വന്നാണ്. അപ്പം ഇനി ഫുഡ് അടിക്കാം അല്ലേ. ഇതന്നെ മാംഗോ വില്ലേജിൻ്റെ നോക്കി മൊത്തം മാവണിണ്ട്. അതൊക്കെ എന്താ പറയുക, മാങ്ങ ഉണ്ടാവുന്ന സീസൺ ആ ടൈമിലാണെങ്കിലുള്ള അവസ്ഥ ഉണ്ടല്ലോ. ഇനി നമ്മളിപ്പോൾ മാംഗോ വില്ലേജിൽ നിന്ന് ഇറങ്ങാൻ പോകണത്, ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങണതാണ് മാംഗോ വില്ലേജിൽ നിന്ന്. ബൈ ആ പുറയിലോട്ടുള്ള വഴിയുണ്ട്, ആ വഴിയിൽ ഒരു 1/2 കിലോമീറ്റർ കൂടിയായിട്ട് പോയ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നതാണ്. പിന്നെ നമ്മൾ അടുത്ത ബാക്കി പോർഷൻ, അതായത് കൊല്ലംകോടിലെ ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് പാർട്ടായിട്ടാണ് ഇറക്കിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ട് നിങ്ങൾ കാണാതെ പോരുത്. അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, മസ്റ്റായിട്ട് കാണണം. ആൻഡ് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം. ഓക്കെ. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്തേക്കാം. ഓക്കെ.